തിരഞ്ഞെടുപ്പ് ചൂട് തുടങ്ങിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ഒരു യാത്ര നടത്തുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മിടത്തും രണ്ടാമതായി പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ മണ്ഡലമായ പരവൂരിലും ഒരു യാത്ര നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഈ മണ്ഡലത്തിലെ ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് അവരുടെ പരാതികൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചറിയാനുള്ള യാത്രയാണ് നടത്തുന്നത്. പരാതികളൊന്നുമില്ല എങ്കിൽ ഈ രണ്ട് നേതാക്കന്മാരും സമ്പൂർണ്ണ വിജയമാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമല്ലോ. എന്നാൽ പരാതികൾ ഉണ്ടെങ്കിൽ അവർ പരാജയമാണ് എന്നും ആ പരാജയം എങ്ങനെയാണ് ഉണ്ടായതെന്നും ആ പരാജയത്തെ വിജയമാക്കാൻ ബി.ജെ.പി. എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നതൊക്കെ തന്നെ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ വേണ്ടിയാണ് ബി.ജെ.പി. അധ്യക്ഷൻ ഈ യാത്ര ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ധർമ്മിടത്തേക്കാണ് പോയത്. ധർമ്മിടത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാകട്ടെ അതൊരക്ഷരാർത്ഥത്തിൽ അവിടുത്തെ, അതായത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ജനങ്ങളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒന്നായി മാറുന്നു. ഒരു എം.എൽ.എയുടെ കടമയാകട്ടെ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാടിൻ്റെ അവിടെ കൂടുതലായി തന്നെ വികസനം കൊണ്ടുവരിക, എങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലമായി തന്നെ ഈ മണ്ഡലത്തിലെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നതായിരുന്നു ജനങ്ങളുടെ മറുപടി. ഒരാളെയും മാറ്റി നിർത്തിക്കൊണ്ട് ആരോപണങ്ങളിലൂടെ കുറ്റക്കാരാക്കാതെ നേരിട്ട് ചെന്ന് കണ്ട് അവിടുത്തെ ജനങ്ങളെ കൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിലെ സത്യാവസ്ഥ എന്താണ് എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന നല്ലൊരു രാഷ്ട്രീയ ധർമ്മമാണ് ഇവിടെ ബി.ജെ.പി. അധ്യക്ഷൻ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ അവിടെയും ഇവിടെയും ചെളി വാരി എറിഞ്ഞ്, അതായത് അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് ചെളി വാരി എറിയുന്ന ഒരു പകപോക്കലിന് രാഷ്ട്രീയമല്ല ഇവിടെ അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ എളുപ്പത്തിൽ തന്നെ കൺവിൻസ് ചെയ്യാൻ ബി.ജെ.പി. അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു എന്നതാണ് ഇവിടെ വെളിവായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടത് വലതു പാർട്ടികൾ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുന്നതിനിടയിലാണ് ബി.ജെ.പി. അധ്യക്ഷൻ അത്തരമൊരു നയം സ്വീകരിക്കാതെ അദ്ദേഹം ജനങ്ങളുടെ മനസ്സറിയാൻ ആ ജനങ്ങൾക്കിടയിലേക്ക് തന്നെ ഇറങ്ങി ചെന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ കേരളം കാവിയണിയും എന്ന ആത്മവിശ്വാസം പോലും അവർക്കുണ്ടാകാനുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ധൈര്യപൂർവ്വം ഒരു മടിയും കൂടാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കാൻ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിരിക്കുന്ന മനസ്സാണ്. അതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ബി.ജെ.പി. അധ്യക്ഷൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു എം.എൽ.എയുടെ കടമ എന്നത് നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വികസനം കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി സ്വന്തം മണ്ഡലമായ, അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മിടത്തെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പോലും മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നതാണ് ജനങ്ങളുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അവിടെ പദ്ധതികൾ പ്രഖ്യാപിക്കുകയല്ലാതെ അവ മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻകൈ എടുക്കുകയോ അവ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല. അതിൽ അദ്ദേഹം കൂടുതലായി തന്നെ താല്പര്യം കാണിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, വീടില്ലാത്ത പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം എന്നിങ്ങനെ തന്നെ നിരവധി വിഷയങ്ങൾ മണ്ഡലത്തിൽ പരിഹാരം കാണാതെ തന്നെ കിടക്കുകയാണ്. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുകയും അതിന്റെ പേരിൽ ഇടത് സൈബർ ഇടത്തിൽ കേന്ദ്ര സർക്കാരിനെ പോലും ഇകഴ്ത്തി കാണിക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ പോലും മുഖ്യമന്ത്രിയാകട്ടെ സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹാരം കാണുവാനോ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകുവാൻ പോലും ശ്രമങ്ങൾ നടത്തിയില്ല എന്നതാണ് വസ്തുത. ഇവിടെ നിന്നും വളരെയധികം വ്യക്തമാണ് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല എന്നത്. അതായത് അതിനോട് പോലും അവർക്ക് താല്പര്യം പ്രകടമാകുന്നില്ല എന്നതാണ്. അതായത് സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ പലരുടെയും രാഷ്ട്രീയം അവർ ഉപയോഗിക്കുന്നത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവരിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി തന്നെ ബി.ജെ.പി. ആകട്ടെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ അത് കണ്ടറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തി നാടിന്റെ വികസനം അതിൽ കൂടുതൽ മുൻഗണന നൽകാനാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. ബി.ജെ.പിയുടെ രാഷ്ട്രീയം എന്നാൽ നാടിന്റെ വികസനവും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലുമാണ്. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിലാണ് ബി.ജെ.പി. ഇപ്പോഴും വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം നേടിയ വളർച്ച അതിന്റെ തെളിവ് കൂടിയാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ എന്നും ബി.ജെ.പി. പ്രതിജ്ഞാബദ്ധരാണ്. നാടിന്റെ വികസനത്തിനും അതുപോലെ തന്നെ പുതുതലമുറയുടെ ഭാവിക്കും വേണ്ടിയാകണം നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങൾ നൽകേണ്ടത്.
ജനങ്ങൾ വിശ്വസിച്ച് ഒരവസരം കൊടുക്കുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരികയാണ് ഓരോ MLAയും ചെയ്യേണ്ട കടമ. ധർമ്മിടത്തും 10 കൊല്ലമായി ഒരു MLA ഉണ്ട്. എന്നാൽ ആ MLA ആകട്ടെ നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നതാണ് ഏറ്റവും വസ്തുതയായി എടുത്തു പറയേണ്ട കാര്യം. ആ മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം, വീടില്ലായ്മ, തൊഴിലില്ലായ്മ, തകർന്ന സ്കൂളുകൾ, പ്രഖ്യാപിച്ചിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികൾ, ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് MLA ആകുന്നത്? 10 കൊല്ലം മുൻപുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നും അതേപോലെ തന്നെ തുടരുന്നു. വികസിത കേരളം, വികസിത ധർമ്മിടം എന്നെല്ലാം തന്നെ അസംബ്ലി മണ്ഡലങ്ങളെയും വികസിതമാക്കണം. ഇതാണ് ഇപ്പോഴും തന്നെ BJP NDA ലക്ഷ്യം വെക്കുന്നത് എന്നത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ആയതിനാൽ തന്നെ ഇത്തരത്തിൽ വികസനം കൊണ്ടുവരാത്ത ഒരു MLA ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ നാടിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടിയാണോ നിങ്ങൾക്ക് ആവശ്യം എന്നതാണ് ഇവിടെ ജനങ്ങൾ തന്നെ അഭിപ്രായമായി തന്നെ അവർ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതാണ് ഇവിടെ എടുത്തു പറയേണ്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.